തനിക്ക് ജീവൻ കൊടുക്കണോ അതോ മരണം കൊടുക്കണോ, അവനെ രക്ഷിക്കണോ അവനെ ശിക്ഷിക്കണോ എന്ന് വിചാരിച്ചിരുന്ന അതേ മനുഷ്യൻ ജഡ്ജിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് അവനൊരു അട്ടഹസിച്ചൊരു ചിരിച്ചു. ജഡ്ജി ഒരു വാക്ക് പറഞ്ഞു, ഇവനെ ക്രൂശിലേറ്റുക. അങ്ങനെ ക്രൂശിലേറ്റാൻ വിധിക്കപ്പെട്ടവനെ അകത്ത് കൊണ്ടുപോയി അറയിൽ, ഒരു അന്ധകാരം നിറഞ്ഞ അറയിൽ, അവന് സഹായിക്കാനോ അവനെ ഒന്നും പറയുവാനോ ആരുമില്ല. ചാട്ടവാറടികൾ എത്ര എണ്ണം വീണെന്നറിയത്തില്ല. അവന് ആഹാരം കിട്ടിയിട്ടില്ല, മറിച്ച് ചെകിട്ടത്തുള്ള അടിയാണ് കൂടുതൽ ലഭിച്ചത്. കാർക്കിച്ച് തുപ്പിയതല്ലേ. ഇവൻ്റെ ദാഹത്തിന് വെള്ളം ആരും കൊടുത്തിട്ടില്ല. ഇവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് ചെയ്തത്. ഒരു മനുഷ്യനല്ല, ഒരു പട്ടിയെക്കാളും താഴ്ന്ന രീതിയിൽ അവനെ കണ്ട് ആ ഇരുട്ട് അറക്കകത്ത് അവനെ അടച്ചിടുകയാണ് ചെയ്തത്. എത്ര ദിവസം പോയെന്ന് അവൻ ഓർമ്മയില്ല, എത്ര ദിവസം കഴിഞ്ഞെന്ന് അവൻ ഓർമ്മയില്ല. അങ്ങനെ ദിവസങ്ങൾ പോയി. ഒരു ദിവസം കുറെ പടയാളികൾ വന്നു, നിന്നെ നാളെ ക്രൂശിൽ കയറ്റാൻ പോകുകയാണെന്ന് അവർ പറഞ്ഞു. ഈ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായി, ക്രൂശിലേറാൻ പോകുകയാണ്, എൻ്റെ വിധി വന്നു കഴിഞ്ഞു. ഇത്രയും ക്രൂരനായ മനുഷ്യൻ, അവൻ മനസ്സിലൊന്ന് ചിന്തിച്ചു, ഈ ഇസ്രായേൽ ജനങ്ങൾ എന്നെ എതിർത്തു, ഈ റോമ സാമ്രാജ്യം എന്നെ എതിർത്തു, ഇവരുടെ മുമ്പിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കത്തില്ല, നാളെ ഏതായാലും മരിക്കുകയാണ്. എൻ്റെ മരണം എൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. പക്ഷേ ഈ ഭയം ഞാൻ ഒരിക്കലും അവരോട് കാണിക്കത്തില്ല. മറിച്ച് എന്നെ തല്ലുമ്പോഴും എന്നെ അടിക്കുമ്പോഴും എൻ്റെ ക്രൂശിൽ കിടന്ന് എൻ്റെ ജീവൻ അവസാനം വരെ പോകുന്നത് വരെ, അവസാന തുള്ളി രക്തം താഴെ വീഴുന്നത് വരെ ഞാൻ ചിരിക്കും. യേശുവിൻ്റെ കാര്യവും കഥയൊന്നും അല്ല പറയുന്നേ, ആ കാലത്ത് നടന്ന വേറൊരു വ്യക്തിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. കടുപ്പിച്ച് ഉറപ്പിച്ച് അവൻ നിന്നു. പിറ്റേ ദിവസം അവൻ്റെ ഉറക്കമുണർത്തിയത് ദൂരത്ത് നിന്നും വരുന്ന ബൂട്ട്സിൻ്റെ ശബ്ദത്തിനകത്തിരുന്ന് ഇവൻ്റെ ഗേറ്റ് തുറന്ന് ഇവനെ പിടിച്ച് അവർ വലിച്ചോണ്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ ഇവനൊന്ന് ചിരിച്ചു അട്ടഹാസത്തോടെ. മറ്റുള്ളവർ കൂടെ ഇരുന്ന പടയാളികളിൽ ഒരുത്തൻ ആഞ്ഞു കയറി, എന്താടാ എന്നെ നോക്കി ഞങ്ങളെ നോക്കി നീ ചിരിക്കുകയാണോ? മുഖത്ത് ആഞ്ഞൊന്ന് അടിച്ചു. അവൻ ആ അടി കിട്ടിയപ്പോൾ വേദനയുണ്ടെങ്കിലും വീണ്ടും അവൻ ചിരിച്ചു. അപ്പോൾ അടുത്തവൻ വീണ്ടും ഇപ്പുറത്തെ കവളത്ത് അടിച്ചു. യേശു പറഞ്ഞു, ഒന്ന് കടിച്ചാൽ പിറ്റേന്ന് കാണിക്കണമെന്ന്. ഇവിടെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ്റെ കയ്യിലിരിപ്പ് അവൻ തന്നെ മേടിച്ചോളും. അങ്ങനെ ഒന്നും രണ്ടും കിട്ടിയപ്പോഴും ഇവൻ്റെ ചിരി അടങ്ങിയില്ല, വീണ്ടും അവൻ ചിരിക്കാൻ തുടങ്ങി. മറ്റൊരു പടയാളി പറഞ്ഞു, ഏതായാലും ചാകാൻ പോകുന്നവനല്ലേ, അവന് ചാകാൻ പോകുവാന്ന് അറിഞ്ഞപ്പോൾ അവന് ഭ്രാന്തായതാ, അതുകൊണ്ട് അവൻ ചിരിച്ചോട്ടെ, അവനെ വിളിച്ചോണ്ട് പോവാ. അവൻ്റെ കൈകളിലെ ചങ്ങല മുറുക്കി അവനെ വിളിച്ചോണ്ട് അവൻ നടന്നു വരുമ്പോൾ ദൂരെ നിന്നും അവൻ്റെ പേര് ഉയരുന്ന ശബ്ദം അവന് കേൾക്കാം. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, തന്നെ അവൻ എല്ലാവരും ചേർന്ന് ക്രൂശിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലോ, ഇവരുടെ മുമ്പിൽ ഞാൻ ചിരിക്കും, ഇവരുടെ മുമ്പിലും എൻ്റെ പേടി എൻ്റെ ഭയം ഞാൻ ഒരിക്കലും കാണിക്കത്തില്ല. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിച്ച് നിർത്തും. അവിടെ വെച്ച് ഇവനെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്ന രാജാവിന്റെ സ്ഥാനത്തുള്ളവൻ വിളിച്ചു ചോദിച്ചു, ഇവിടെ രണ്ട് പുരുഷന്മാരുണ്ട്, ഒരുത്തൻ നിങ്ങൾ ക്രിസ്തു എന്ന് പറയുന്ന യേശു, ഇനിയൊന്ന് നിങ്ങൾ ബറബാസ് എന്ന് വിളിക്കുന്ന യേശു. ഏത് യേശുവിനെ നിങ്ങൾക്ക് വേണം? ഒരു തവണ കൂടി ഞാൻ എടുത്തു പറയാം, ഇവിടെ രണ്ട് പുരുഷന്മാരുണ്ട്, ഒരുത്തൻ ക്രിസ്തു എന്ന് നിങ്ങൾ വിളിക്കുന്ന യേശു, ഇനി ഒരുത്തൻ ബറബാസ് എന്ന് നിങ്ങൾ വിളിക്കുന്ന യേശു. ഈ രണ്ട് യേശുവിൽ ഏത് യേശുവിനെ വേണമെന്ന് അദ്ദേഹം ചോദിച്ചു. ജനങ്ങളെല്ലാം ഒറ്റ കൂട്ടത്തിൽ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വന്ന് ഇറങ്ങി വന്നവനെന്ന് പറഞ്ഞ യേശുവിനെ നിങ്ങൾ ക്രൂശിക്കുക, ആ ബറബാസിനെ മോചനമാക്കുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയുടെ പേര് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവൻ്റെ കരങ്ങളിലെ ചങ്ങല അഴിയാൻ തുടങ്ങി. അവൻ്റെ പേര് അവന് ഓർമ്മ വന്നു. അയ്യോ, എൻ്റെ പേര് യേശുവെന്നാണല്ലോ എൻ്റെ അപ്പനിട്ടത്, നാട്ടുകാരിട്ടത്. ആ അപ്പൻ്റെ മകൻ എന്ന അർത്ഥത്തിൽ ബറബാസ് എന്നാണല്ലോ എൻ്റെ പേര് വിളിക്കാൻ. അതേ പേരുള്ള വേറെ ഒരാൾ ആരാ എന്ന് നോക്കുമ്പോൾ തൻ്റെ കരങ്ങളിലെ ചങ്ങല അഴിഞ്ഞു. മറ്റുള്ള അടുത്ത് നിൽക്കുന്നവൻ്റെ കരങ്ങളിലെ ചങ്ങല മുറുകി. അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ, മരണഭയത്തിലല്ല, ജയശ്രീലാളിതനായ ഒരു മനുഷ്യന്റെ ഒരു പുഞ്ചിരിയെ കണ്ടിട്ട് ഇവന് മനസ്സിൽ തോന്നി, എന്തിനാ എനിക്ക് പകരം നീ? ഞാനിപ്പോൾ വന്നില്ലെങ്കിൽ നിന്നെ അവർ കൊല്ലില്ലേ? ബറബാസേ, നിനക്ക് പകരം ഞാൻ വന്നില്ലെങ്കിൽ നിന്നെ അവർ ക്രൂശി കേറ്റത്തില്ലേ? നിന്റെ ജീവൻ എനിക്ക് വേണം. എൻ്റെ ജീവൻ പോയാലും സാരമില്ല, നീ ലോകത്ത് കണ്ട അപ്പനല്ല ഞാൻ. എൻ്റെ ജീവൻ കളഞ്ഞാലും ബറബാസേ, നിന്നെ ജീവൻ രക്ഷിക്കാൻ ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. ബറബാസ് പിതാവിൻ്റെ മകൻ എന്നർത്ഥം. ബറബാസ് പിതാവിൻ്റെ മകൻ എന്നർത്ഥം.
യേശു രക്ഷകനെന്നർത്ഥം. ലോകത്തിലെ പിതാവിൻ്റെ മകൻ ലോകത്തെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് ഈ ലോകത്തിലെ ഒരു പിതാവ് ആ മകന് യേശു ബറബാസ് എന്ന് ഇട്ടപ്പോൾ ഈ സ്വർഗത്തിലെ ദൈവം എൻ്റെ മകൻ ഈ ലോകത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം തൻ്റെ മകന് യേശു എന്നിട്ടു. രണ്ടും യേശു ബറബാസാണ്. ലോകത്തിലെ പിതാക്കന്മാരുടെ മക്കളെ രക്ഷിക്കാൻ സ്വർഗത്തിലെ പിതാവിൻ്റെ മകൻ ഈ ലോകത്ത് ഇറങ്ങി വന്ന ആ ദിവസമാണ് ക്രൂശ് മരണം. നിങ്ങൾക്ക് എത്ര പേർക്ക് കാര്യം പിടികിട്ടിയെന്ന് എനിക്കറിയാം. ആരാണ് ബറബാസ്? ഞാനാണ് ബറബാസ്. എൻ്റെ അപ്പന് വേണ്ടാത്തവൻ, എൻ്റെ സഹോദരന് വേണ്ടാത്തവൻ, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടാത്തവൻ, എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടാത്തവൻ, ഞാൻ സ്നേഹിച്ചവർക്ക് വേണ്ടാത്തവൻ, ഞാൻ ആരെയൊക്കെ കരുതിയോ അവർക്ക് ആർക്കും വേണ്ടാത്തവൻ. പക്ഷേ എന്നോട് ആ ദൈവം പറയുകയാണ്, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം ബറബാസേ, എനിക്ക് നിന്നെ വേണം. നിന്റെ അപ്പൻ നിന്നെ വേണ്ടെന്ന് പറയാം, നിന്റെ സഹോദരൻ നിന്നെ വേണ്ടെന്ന് പറയാം, നീ സ്നേഹിച്ചവർ, നീ കരുതിയവർ, നീ ഇഷ്ടപ്പെട്ടവർ, ഇവരെന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ ആരെങ്കിലും നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും സാരമില്ല. നിന്നെ തടവറയിലാക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ആ തടവറയിൽ നിന്ന് ഒരു രക്ഷ നൽകി തിരികെ വിളിക്കുവാൻ എനിക്കൊരാഗ്രഹമുണ്ട്. ഒരു വാക്ക് പറയാ, നിന്റെ രക്ഷ അവസാനിച്ചിട്ടില്ല, നിന്റെ അപ്പൻ ജീവനോടുണ്ട്. നിന്റെ രക്ഷ അവസാനിച്ചിട്ടില്ല, നിന്റെ അപ്പൻ ജീവനോടെയുണ്ട്. വാസികൾക്കൊരു ദൂത് പറയാ, ഇനിയും നീ കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നതെങ്കിൽ, നീ തടവിലാണ് ഇരിക്കുന്നതെങ്കിൽ, നിനക്ക് തോന്നുന്നെങ്കിൽ നിന്റെ വിടുതല നിന്നിട്ടില്ലെന്നേ, നിന്റെ അപ്പൻ ജീവനോടെ ഉണ്ടെന്നേ. നിന്റെ വിടുതല അവസാനിച്ചിട്ടില്ല. നിന്നെ തള്ളിക്കളഞ്ഞെന്നും നിന്നെ കൊന്നുകളഞ്ഞെന്നും നിന്നെ കുടുക്കിക്കളഞ്ഞെന്നും അതെ ഇവൻ തീർന്നെന്നും ഈ ലോകം പറയുമ്പോൾ എൻ്റെ കർത്താവ് പറയുന്നു, ഞാൻ ജീവനോടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ വിടുവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ജീവനോടെ ഉള്ളതുവരെ നിന്നെ പരിരക്ഷിക്കാൻ ഞാൻ തയ്യാറാ. ഈ ലോകത്തിൽ ജീവിക്കുന്ന അപ്പന്മാർക്ക് സ്നേഹിക്കാൻ അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം ശരിയായി പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവർ റോൾ മോഡലായിട്ട് അവർക്ക് മാറുവാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ അപ്പൻ പറയുന്നു, എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. നീ ഏത് സാഹചര്യത്തിലാണെന്ന് ഞാൻ നോക്കത്തില്ല, നീ കളഞ്ഞു പോയെന്ന് ഞാൻ വിചാരിക്കത്തില്ല. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനാണ് ഞാൻ. നീ എൻ്റെ അരികിൽ വരുവാൻ തയ്യാറാണോ? നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാനല്ല, മറിച്ച് നിനക്കുള്ള ബഹുമാനം തന്ന് മാന്യത തന്ന് നിന്നെ സ്വീകരിച്ച് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ നൽകുവാൻ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം സ്റ്റോറിയും വചനമൊക്കെ മനസ്സിലായി. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ. ഇങ്ങനെ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ പറയാൻ പാടില്ല അല്ലേ, നിങ്ങൾ മനുഷ്യരല്ലേ. ഹല്ലേലൂയ. ഈ ഞാൻ പറഞ്ഞ കഥയിൽ നിന്ന് ഹല്ലേലൂയ ചില കാര്യങ്ങൾ ദൈവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ കൺവെൻഷനിൽ നിങ്ങളിത് സുവിശേഷമായിട്ടാണ് കണ്ട് ഇത് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. രണ്ട്, ഇതിലേറ്റവും കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നത് വിശ്വാസികളാണ്. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും എൻ്റെ അടഞ്ഞു കിടക്കുന്ന എൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞാൻ തടവറയിൽ കിടക്കുന്ന എൻ്റെ പ്രോബ്ലംസോ മാറുമോ എന്ന് കാത്തിരിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ കർത്താവ് ദൂതായി പറയാൻ പോകുന്നു. ഒന്നാമത്തെ കാര്യം, അന്ധകാരത്തിന്മേലുള്ള വിടുതല. അന്ന് ബറബാസിന് ലഭിച്ച അന്ധകാരത്തിന്മേലുള്ള വിടുതല. നിന്റെ മുൻപിൽ ശൂന്യമാണ്, നിന്റെ മുൻപ് മരണനിഴലിൻ്റെ താഴ്വരയാണ്. കൂരിരുൾ താഴ്വര എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുമ്പോൾ അത് നല്ല വാക്ക് പറയുവാണെങ്കിൽ മരണ ഇരുളിൻ്റെ താഴ്വര എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അത് മരണമാണ് എന്നൊരു സാഹചര്യത്തിൽ, കർത്താവേ എൻ്റെ മുമ്പ് മുഴുവൻ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും, എനിക്കിനി മുന്നോട്ട് പോക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു മറുപടിയുണ്ട്. അന്ന് ബറബാസിന് കൊടുത്ത വിടുതല തന്നെ അന്ധകാരത്തിന്മേലുള്ള ഒരു വിടുതല. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ മറ്റുള്ളവർ കാണിച്ചതല്ല, നീ പ്രതീക്ഷിച്ചതല്ല, നീ ഇന്നേ വരെ വിചാരിച്ചു കൊണ്ടിരുന്നതല്ല, നിന്റെ മുൻപിലുള്ള അന്ധകാരത്തിന്മേലുള്ള ഒരു വിടുതല നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എത്ര പ്രയാസത്തിലാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും, എത്ര കഷ്ടതയിലാണെങ്കിലും, കർത്താവേ എനിക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുവാണോ, കർത്താവ് ഇന്ന് പറയുന്നു, അടുത്ത സ്റ്റെപ്പിന്റെ മുമ്പിൽ ഹല്ലേലൂയ എൻ്റെ വചനം നിന്റെ കാലിന് വെളിച്ചമായിരിക്കും. ചിലർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരം മാറാൻ പോകുകയാണ്.
ചിലർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു വെട്ടമില്ലാതെ, ഒരു പ്രകാശമില്ലാതെ ഞാൻ പെട്ടുപോയല്ലോ കർത്താവേ, ഇതിൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബിസിനസ് ബ്ലോക്കായി, എൻ്റെ മക്കളുടെ വിവാഹം ബ്ലോക്കായി, ഞാൻ ആശിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതാണ്, പക്ഷേ എൻ്റെ മുൻപിൽ എല്ലാം തടസ്സമായി, വലിയൊരു ഇരുട്ടായി, ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിവിടെ കുഴഞ്ഞു നിൽക്കുകയാണല്ലോ കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്ക് കർത്താവ് പറയുന്നു, നിന്റെ മുൻപിൽ ഒരു പ്രകാശമായി ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന വെറുതെ അല്ലെന്നേ. 3-ാം ദിവസം കല്ലറയുടെ വാതിൽ അടിച്ചു തുറന്നു വന്നവൻ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട്, നിന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട്, നിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട്, നിന്റെ കാൽ മുന്നിൽ വെക്കുമ്പോൾ അത് മരണമല്ല, അത് ശാപമല്ല, അത് അനുഗ്രഹമാണ്, അത് സന്തോഷമാണ്, അത് സമൃദ്ധിയാണ്. നീ മറ്റുള്ളവരുടെ മുമ്പിൽ അന്ധകാരം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലെന്നേ. അന്ധകാരത്തിന്മേലുള്ള രക്ഷ, അല്ലെങ്കിൽ അന്ധകാരത്തിന്മേലുള്ള വിടുതൽ. നമ്മൾ വായിച്ച വചനം ഇങ്ങനെയാണ്, 61-ാമത്തെ അധ്യായം. ഒരു വാക്ക് മാത്രമേ ഞാൻ വായിച്ചു നിർത്താൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. തടവുകാർക്ക് മോചനം. ഹല്ലേലൂയ. ബറബ്ബാസിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ തടവിൽപ്പെട്ടിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ, കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങയെ അന്വേഷിച്ചിട്ടുണ്ട്, ഞാൻ സത്യസന്ധമായി ഇരുന്നിട്ടുണ്ട്, ഒരു നേരമല്ല 2 നേരമല്ല, ദിവസങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും, ഹല്ലേലൂയ, ദിവസങ്ങളോളം ഉപവാസം ഇരുന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കുന്നില്ലല്ലോ. ഏതെങ്കിലും പാസ്റ്റർ വന്ന് എൻ്റെ തലയിൽ കൈവയ്ക്കുമോ, ഏതെങ്കിലും പാസ്റ്റർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് പറയുക, നോ നോ, ഞാൻ ഡയറക്റ്റായിട്ട് നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. നിന്റെ തടവറയിൽ നിന്നൊരു മോചനം ഞാൻ നിനക്ക് ഡയറക്റ്റ് നൽകാൻ പോവുകയാണ്. ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല, ഒരു സാധാരണ പിതാവിനെ പോലെ അല്ല, ഒരപ്പനെ പോലെ, ഒരപ്പനെ പോലെ, ഒരപ്പനെ പോലെ ഞാൻ ഡയറക്റ്റ് നിന്റെ അപ്പനായിട്ട് നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ, ഏത് എക്സ്ട്രീം ലെവലിൽ പോകുവാൻ ഞാൻ തയ്യാറായി ഇറങ്ങി വരികയാ. എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റും? ഈ ലോകത്തിൽ നീ പ്രതീക്ഷിച്ച നിന്റെ അപ്പൻ, എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ അപ്പൻ, ഹല്ലേലൂയ, നിന്നെ വെറുത്തു കളഞ്ഞപ്പോൾ, നിന്നെ സ്നേഹിച്ചവർ നിന്നെ കൈവിട്ട് നിന്റെ അപ്പൻ്റെ മുമ്പിൽ അപമാനിതനായി മാറി നിൽക്കേണ്ട അവസ്ഥ വന്നപ്പോൾ, എൻ്റെ അപ്പൻ എന്നെ സഹായിക്കും, എൻ്റെ അപ്പൻ എന്നെ തിരികെ വിളിക്കും, എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നീ സങ്കടവും നഷ്ടവും ശോകവുമാണ് അനുഭവിച്ചതെങ്കിൽ, കർത്താവ് ഇന്ന് പറയുന്നു, ഡയറക്റ്റായിട്ട് നീ ലോകത്തിലെ അപ്പന്മാരെ പോലെ അല്ല. ലോകത്തിലെ അപ്പന്മാരുടെ സ്നേഹം ഒരു പരിധി വരെയാണ്. എൻ്റെ സ്നേഹം അഗാപ്പേ, എൻ്റെ സ്നേഹം അഗാപ്പേ, അത് അൺകണ്ടീഷണൽ ലവാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന് ആർക്കും തടയാൻ പറ്റുകയില്ല. ഞാൻ നിന്റെ മുകളിൽ വച്ചിരിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവാണ്. അതുകൊണ്ട് നിന്റെ മുമ്പിൽ ഇരിക്കുന്ന അന്ധകാരത്തിന്മേൽ ഒരു വിടുതല.